പോസിബിലിറ്റീസ് ബൈ വിസ്ലാവ സിംബോർസ്ക. വിസ്ലാവ സിംബോർസ്ക എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് പോസിബിലിറ്റീസ്. പദപ്രയോഗത്തിൻ്റെ ലാളിത്യം കൊണ്ട് ഈ കവിത ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നമുക്കിനി കവയത്രിയെ ഒന്ന് പരിചയപ്പെടാം. മറിയ വിസ്ലാവ അന്ന സിംബോർസ്ക ഒരു അറിയപ്പെടുന്ന പോളിഷ് കവയത്രിയാണ്. വിസ്ലാവ ഒരു കവയത്രി മാത്രമല്ല, അറിയപ്പെടുന്ന ഒരു ഉപന്യാസ രചയിതാവും പരിഭാഷകയും നോബൽ സമ്മാന ജേതാവും കൂടിയാണ്. 1923 ജൂലൈ 2 പോളണ്ടിലെ കോർണിക് എന്ന സ്ഥലത്താണ് വിസ്ലാവ ജനിച്ചത്. പോളണ്ട് പൗര ആയതുകൊണ്ടാണ് വിസ്ലാവയെ പോളിഷ് കവയത്രി എന്ന് പറയുന്നത്. തൻ്റെ കവിതയിൽ പലപ്പോഴും വിസ്ലാവ വിരോധാഭാസം, അതായത് ഐറോണിക് പ്രെസിഷൻ, വൈരുദ്ധ്യം, അതായത് കോൺട്രാഡിക്ഷൻ എന്നീ സാഹിത്യ ഉപകരണങ്ങൾ, അതായത് ലിറ്റററി ഡിവൈസ്, ഇത്തരത്തിലുള്ള സാഹിത്യ ഉപകരണങ്ങൾ വിസ്ലാവ തൻ്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തത്വചിന്തകളും അഭിനിവേശങ്ങളും പ്രകാശിപ്പിക്കാനാണ് വിസ്ലാവ ഇത്തരത്തിലുള്ള സാഹിത്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചത്. നമുക്ക് പഠിക്കാനുള്ള പോസിബിലിറ്റീസ് എന്ന കവിതയിലും വിസ്ലാവ തത്വചിന്തകൾ ഉപയോഗിച്ചിട്ടുണ്ട്. തൻ്റെ ഒട്ടുമിക്ക കവിതകളിലും യുദ്ധവും തീവ്രവാദവുമാണ് വിസ്ലാവ പ്രതിപാദിച്ചിട്ടുള്ളത്. 1991 ഗോത്ത് സമ്മാനത്തിന് അർഹയായി. മാത്രമല്ല 1996 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവുമായി വിസ്ലാവ. 2012 ഫെബ്രുവരി 1 പോളണ്ടിലെ ക്രാക്കോവിൽ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് വിസ്ലാവ അന്തരിച്ചു. നമുക്കിനി പാഠഭാഗത്തോട്ട് പോകാം. I prefer movies. I prefer cats. I prefer the oaks along the water. ഇവിടെ കവയത്രി തൻ്റെ കവിത തുടങ്ങുന്നത് തന്നെ കവയത്രിയുടെ ഇഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഒരുപാട് ചലനചിത്രങ്ങളെപ്പറ്റി അറിയാം, അല്ലെങ്കിൽ ദൃശ്യരൂപങ്ങളെപ്പറ്റി അറിയാം. അവയിൽ നിന്ന് കവയത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ കവയത്രി ഒരുപാട് മുൻഗണന കൊടുക്കുന്നത് സിനിമകൾക്കാണ്. സിനിമയെപ്പോലെ ഒരുപാട് ചലനചിത്രങ്ങളുണ്ട്. അവയിൽ നിന്നും കവയത്രി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമകളെയാണ്. I prefer cats. അപ്പോൾ കവയത്രി ഇവിടെ ഇഷ്ടപ്പെടുന്നത് പൂച്ചയാണ്. ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ട്. ആട്, പശു, പട്ടി, പൂച്ച, അങ്ങനെ ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ട്. അവയിൽ നിന്നും കവയത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളർത്തുമൃഗം പൂച്ചയാണെന്നാണ് പറയുന്നത്. I prefer the oaks along the water. മധ്യ പോളണ്ടിലെ ഒരു നദിയുടെ പേരാണ് വാർട്ട. അപ്പോൾ ലോകത്ത് ഒരുപാട് നദികളുണ്ട്, അല്ലെങ്കിൽ പോളണ്ടിൽ തന്നെ ഒരുപാട് നദികളുണ്ട്. ആ നദികളുടെ കരയിലൊക്കെ ഒരുപാട് മരങ്ങളുമുണ്ട്. അവയിൽ നിന്നും കവയത്രിക്ക് ഏറ്റവും ഇഷ്ടം മധ്യ പോളണ്ടിലെ വാർട്ട എന്ന നദിക്കരികെയുള്ള ഓക്ക് മരങ്ങളെയാണ്. അപ്പോൾ മധ്യ പോളണ്ടിലെ വാർട്ട എന്ന നദിക്കരയിലുള്ള ഓക്ക് മരങ്ങളെയാണ് കവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. I prefer Dickens to Dostoevsky. നമുക്ക് പരിചിതമുള്ള പേരാണ് ചാൾസ് ഡിക്കൻസും ഫ്യൂഡോർ ദസ്തോവ്സ്കിയും. രണ്ടുപേരും പ്രശസ്ത നോവൽ രചയിതാക്കളാണ്. ചാൾസ് ഡിക്കൻസ് ഇംഗ്ലീഷ് നോവൽ രചയിതാവാണ്. ഫ്യൂഡോർ ദസ്തോവ്സ്കി ഒരു റഷ്യൻ നോവൽ രചയിതാവാണ്. ദസ്തോവ്സ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന നോവലാണ്. ആ നോവലാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ഈ പറഞ്ഞ രണ്ട് നോവൽ രചയിതാക്കളും പ്രശസ്തരാണ്. അപ്പോൾ ഈ പ്രശസ്തരായ ഡിക്കൻസിൽ നിന്നും ദസ്തോവ്സ്കിയിൽ നിന്നും കവയത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡിക്കൻസിൻ്റെ സൃഷ്ടികളെയാണ്. I prefer myself liking people to myself loving mankind. ഇവിടെ കവയത്രി പറയുന്നത് മനുഷ്യരാശിയെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്ന ആളുകളെയാണ് താൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കവി ഇവിടെ ഇഷ്ടപ്പെടുന്നത് മനുഷ്യരാശിയല്ല, താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ആളുകളെയാണ് കവിക്കിഷ്ടം. മനുഷ്യരാശിയേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണ് കവയത്രി മുൻഗണന കൊടുത്തിരിക്കുന്നത്. I prefer keeping a needle and thread on hand just in case. ഇവിടെ നീഡിൽ ആൻഡ് ത്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകരുതലുകളെയാണ്. അത്യാവശ്യ സമയത്ത് നാം എടുക്കുന്ന മുൻകരുതലുകളെയാണ് ഇവിടെ നീഡിൽ ആൻഡ് ത്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വരിയിലൂടെ കവയത്രി പറയുന്നത് കവയത്രിക്കെപ്പോഴും കരുതലായിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് കവയത്രി ഇവിടെ മുൻകരുതലുകളെക്കുറിച്ച് പറയുന്നത്.
ഐ പ്രിഫർ കളർ ഗ്രീൻ. അപ്പോൾ കവയിത്രി ഇവിടെ കവയിത്രിക്ക് ഇഷ്ടമുള്ള നിറത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് നിറങ്ങളുണ്ട്. അവയിൽ കവയിത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം പച്ചയാണ്. പ്രകൃതിയോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കാനും കൂടിയാണ് കവയിത്രി ഇവിടെ പച്ച നിറമാണ് ഇഷ്ടമെന്ന് പറയാൻ കാരണം. ഐ പ്രിഫർ നോട്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് റീസൺ ഇസ് ടു ബ്ലെയിം ഫോർ എവറിത്തിങ്. ഇവിടെ കവയിത്രി പറയുന്നത് കവയിത്രിക്ക് കാരണങ്ങൾ പറയാൻ താല്പര്യമില്ലെന്നാണ്. നമ്മൾ സാധാരണ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ പറയും. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി കാണിക്കാൻ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറയും. പക്ഷേ ഇവിടെ കവിക്ക് അത് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. താൻ ചെയ്ത തെറ്റിന് തനിക്ക് ചുറ്റുമുള്ളവരെയോ അല്ലെങ്കിൽ തനിക്ക് ചുറ്റും നടന്ന എന്തെങ്കിലും ഒരു സംഭവത്തിൽ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ കാരണങ്ങൾ കാട്ടി രക്ഷപ്പെടാൻ കവി ആഗ്രഹിക്കുന്നില്ല. താൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഈയൊരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് താൻ ചെയ്ത തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ കാരണങ്ങൾ പറഞ്ഞിട്ടോ ഒരു പ്രയോജനവുമില്ല എന്നും താൻ അതിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നും കവി പറയുന്നത്. ഐ പ്രിഫർ എക്സെപ്ഷൻസ്. എക്സെപ്ഷൻസ് എന്നാൽ ഒഴിവാക്കലുകൾ എന്നാണ്. പൊതുവെ ആൾക്കാർ ഒഴിവാക്കിയ സാധനമോ മനുഷ്യരോ അങ്ങനെ എന്തുമാവാം. പൊതുവെ ആൾക്കാർ ഒഴിവാക്കിയ സാധനങ്ങളോടാണ് കവയത്രിക്ക് പ്രിയം. ഐ പ്രിഫർ ടു ലീവ് ഏർലി. കവയത്രിക്ക് എവിടെയും നേരത്തെ പോകാനാണ് താല്പര്യം. താമസിച്ചു നിൽക്കുന്നത് കവയത്രിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എവിടെയും നേരത്തെ പോകാനാണ് തനിക്ക് താല്പര്യമെന്ന് കവയത്രി പറയുന്നത്. ഐ പ്രിഫർ ടോക്കിംഗ് ടു ഡോക്ടേഴ്സ് എബൌട്ട് സംതിങ് എൽസ്. നമ്മൾ പൊതുവെ എന്തിനാണ് ഡോക്ടറെ കാണുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഡോക്ടറോട് പറയുന്നത്? നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത് നമ്മുടെ അസുഖത്തെ പറ്റിയോ നമ്മുടെ അസുഖത്തിനുള്ള മരുന്നുകളെ പറ്റിയോ ഒക്കെ സംസാരിക്കാനായിരിക്കും നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു ഡോക്ടറോട് സംസാരിക്കാൻ കവയത്രി ആഗ്രഹിക്കുന്നില്ല. അസുഖങ്ങളെ പറ്റിയോ മരുന്നുകളെ പറ്റിയോ അല്ലാതെ മറ്റെന്തെങ്കിലും കുറിച്ച് ഒരു ഡോക്ടറിനോട് സംസാരിക്കാനാണ് കവയത്രിക്ക് താല്പര്യം. ഐ പ്രിഫർ ദ ഓൾഡ് ഫൈൻ ലൈൻഡ് ഇല്ലസ്ട്രേഷൻസ്. പുതിയ കാല ചിത്രങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ പുതിയ കാലത്തെ കലാരൂപങ്ങളെക്കാട്ടിലും കവയത്രിക്ക് ഏറ്റവും ഇഷ്ടം പഴയ കാലത്തെ കലാരൂപങ്ങളും ചിത്രങ്ങളെയുമാണ്. അതായത് ഒരു മോഡേൺ ആർട്ടിനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കവിക്ക് താല്പര്യം പഴയ കാലത്തെ കലാരൂപങ്ങളെയാണ്. ഐ പ്രിഫർ ദ അബ്സർഡിറ്റി ഓഫ് റൈറ്റിംഗ് പോംസ് ടു ദ അബ്സർഡിറ്റി ഓഫ് നോട്ട് റൈറ്റിംഗ് പോംസ്. ഇവിടെ അബ്സർഡിറ്റി എന്ന പദത്തിനർത്ഥം അസംബന്ധമെന്നാണ്. അപ്പോൾ ഇവിടെ കവയത്രി പറയുന്നത് എന്തെന്നാൽ കവിത എഴുതാതിരിക്കുന്നുള്ള അസംബന്ധത്തെക്കാൾ കവിത എഴുതുന്ന അസംബന്ധമാണ് കവിക്ക് താല്പര്യം. ചുരുക്കത്തിൽ കവിത എഴുതാനാണ് താല്പര്യം കാണിക്കുന്നത്. കവിത എഴുതാതിരിക്കുന്നതിനേക്കാൾ കവിത എഴുതുന്നതാണ് കവയത്രിക്ക് ഇഷ്ടം. ഐ പ്രിഫർ വെയർ ലവ്സ് കൺസേൺഡ് നോൺ സ്പെസിഫിക് ആനിവേഴ്സറീസ് ദാറ്റ് ക്യാൻ ബി സെലിബ്രേറ്റഡ് എവറി ഇയർ. നമ്മൾ പൊതുവെ ഏതെങ്കിലും ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും ഒന്ന് ആഘോഷിക്കാൻ, അല്ലേ? ഒരു വാർഷികം വരാനോ ഓണം, വിഷു, ക്രിസ്മസ് എന്നീ ഉത്സവങ്ങൾ വരാനോ നമ്മൾ കാത്തിരിക്കും ഒന്ന് ആഘോഷിക്കാൻ. പക്ഷേ കവിക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനോട് താല്പര്യമില്ല. സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കവയത്രി. നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ നിമിഷമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മൾ സ്നേഹം പങ്കുവെക്കുന്ന ആ ഓരോ നിമിഷങ്ങളും നമ്മൾ ആഘോഷിക്കണം. അല്ലാതെ ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ദിവസമോ പ്രത്യേകം ഒരു മുഹൂർത്തമോ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കണം എന്ന ഒരു പ്രതിപാദ്യമാണ് ഈ വരിയിലുള്ളത്. ഐ പ്രിഫർ മൊറാലിസ്റ്റ്. ഇവിടെ മൊറാലിസ്റ്റ് എന്നാൽ സദാചാരവാദികളെയാണ് മൊറാലിസ്റ്റ് എന്ന് പറയുന്നത്. കവിക്ക് സദാചാരവാദികളോടാണ് ഇഷ്ടം കൂടുതൽ. ധാർമ്മികത പഠിപ്പിക്കുന്നവരും ധാർമ്മികത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സദാചാരവാദികൾ. അത്തരത്തിലുള്ള ആൾക്കാരോടാണ് കവിക്ക് ഇഷ്ടം കൂടുതൽ. ഈ സദാചാരവാദികളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. ഈ സദാചാരവാദികൾ തനിക്ക് ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകുന്നില്ല. അതുകൊണ്ടാണ് കവയത്രിക്ക് സദാചാരികളെ ഇഷ്ടം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം. അഥവാ നമ്മളത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണോ വാഗ്ദാനം നൽകിയത് അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് കവയത്രി ഇവിടെ സദാചാരികളെ ഇഷ്ടപ്പെടാൻ കാരണം. അവർ കവയത്രിക്ക് യാതൊരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകുന്നില്ല. ഐ പ്രിഫർ കണ്ണിങ് കൈൻഡ്നസ് ടു ദ ഓവർ ട്രസ്റ്റ്ഫുൾ കൈൻഡ്. ഐ പ്രിഫർ ദ എർത്ത് ഇൻ സിബീസ്. ഇവിടെ കവി പറയുന്നത്
വിശ്വസനീയരായ ആൾക്കാരെക്കാൾ വഞ്ചിതരായ ആൾക്കാരെയാണ് കവയത്രിക്ക് ഇഷ്ടം. കാരണം നമുക്ക് വിശ്വാസമുള്ളവരെ നാം അന്ധമായി വിശ്വസിക്കും. ഇത്തരത്തിൽ നാം അന്ധമായി വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കുകയാണെങ്കിൽ നമുക്ക് അത് അസഹനീയമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ വഞ്ചിതർ നമ്മളെ ചതിക്കും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ടാകും. അത് നമുക്ക് അത്രത്തോളം മുറിവേൽപ്പിക്കത്തില്ല. എന്നാൽ നാം അത്രത്തോളം വിശ്വസിക്കുന്നവർ നമ്മളെ വഞ്ചിക്കുകയാണെങ്കിൽ അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് കവി ഇവിടെ വഞ്ചിതരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. I preferred conquered to conquering countries. മറ്റു രാജ്യങ്ങളെ കീഴടക്കുന്ന രാജ്യത്തേക്കാൾ കീഴടക്കപ്പെട്ട രാജ്യത്തെയാണ് കവി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴടക്കുന്ന രാജ്യത്തേക്കാൾ സ്വയം കീഴടങ്ങിയ അല്ലെങ്കിൽ കീഴടക്കപ്പെട്ട രാജ്യത്തെയാണ് കവിക്ക് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം. I prefer having some reservations. കവയത്രിക്ക് പല കാര്യത്തോട് പല തരത്തിലുള്ള സംവരണങ്ങൾ തൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I prefer the hell of chaos to the hell of order. ഇവിടെ ഹെൽ ഓഫ് കാവോസതും ഹെൽ ഓഫ് ഓർഡർ എന്ന രണ്ട് പദങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. നരകം എന്നാണ് ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം. സ്വർഗത്തേക്കാൾ കവി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കവി ഇഷ്ടപ്പെടുന്നത് നരകം എന്നാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I prefer Grimm's fairy tales to the newspaper's front pages. നമുക്കെല്ലാം സുപരിചിതമായ ഒരു പേരാണ് ഗ്രിംസ് ഫെയറി ടെയിൽസ്. ജേക്കബ് ഗ്രിം, വില്യം ഗ്രിം എന്നീ രണ്ട് സഹോദരങ്ങളുടെ സൃഷ്ടിയാണ് ഗ്രിംസ് ഫെയറി ടെയിൽസ്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്ന തലക്കെട്ടുകളേക്കാൾ, ന്യൂസ് പേപ്പറിൽ വരുന്ന ഓരോ വാർത്തയുടെ തലക്കെട്ടുകൾ വായിക്കുന്നതിനേക്കാൾ ഗ്രിംസ് ഫെയറി ടെയിൽസ് വായിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് കവയത്രി ഇവിടെ പറയുന്നത്. I prefer leaves without flowers to the flowers without leaves. പൊതുവെ എല്ലാവരും ഒരു ചെടി കാണുമ്പോൾ അതിലെ പുഷ്പത്തെയാണ് ശ്രദ്ധിക്കാറ്. ഒരു ചെടിയുടെ ഇലകളെ ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ആകർഷിതരാവുന്നത് ഒരു ചെടിയിലെ പുഷ്പത്തെ കാണുമ്പോഴാണ്. കയ്യിൽ ഒരു പുഷ്പം കിട്ടിയാൽ പോലും അതിൻ്റെ ഇലകളെ ആരും ശ്രദ്ധിക്കാറില്ല. ആ ഒരു പുഷ്പത്തിൻ്റെ ഭംഗിയിൽ എല്ലാവരും മതിമറന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഇവിടെ കവയത്രിയുടെ ഇഷ്ടം പുഷ്പത്തിനോടല്ല, ഇലകളോടാണ്. പുഷ്പങ്ങളില്ലാത്ത ഇലകളെയാണ് കവയത്രിക്കിഷ്ടം. I prefer dogs with uncropped tails. പട്ടിക്കുട്ടികളുടെ വാലുകൾ സൗന്ദര്യവർദ്ധക ഉദ്ദേശങ്ങൾക്കായും ചികിത്സാ ഉദ്ദേശങ്ങൾക്കായും ഉപയോഗിക്കാറുണ്ട്. മുറിച്ചെടുത്ത അവരുടെ വാലുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറ്. എന്നാൽ കവയത്രിക്ക് അത്തരത്തിലുള്ള പട്ടികളെ ഇഷ്ടമല്ല. പൂർണ്ണ വളർച്ചയുള്ള, ധാരാളം രോമങ്ങളുള്ള, നല്ല വാലുള്ള ഒരു പട്ടിയെയാണ് കവയത്രിക്ക് ഇഷ്ടം. അപ്പോൾ വാൽ മുറിക്കപ്പെട്ട ഒരു പട്ടിയേക്കാൾ പൂർണ്ണ വളർച്ചയുള്ള വാലുള്ള പട്ടിയെയാണ് കവയത്രിക്ക് ഇഷ്ടം. I prefer light eyes since mine are dark. കവയത്രിയുടേത് ഇരുണ്ട കണ്ണുകളായതിനാൽ കവയത്രി നേരിയ കണ്ണുകൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. I prefer desk drawers. I prefer many things that I haven't mentioned here. Too many things I have also left unsaid. കവയത്രിക്ക് പല കാര്യങ്ങളിൽ, പല മേഖലകളിൽ പല തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഒന്നും കവയത്രി ഇവിടെ പറയുന്നില്ല. തൻ്റെ പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ, പലതരത്തിലുള്ള തൻ്റെ മുൻഗണനകൾ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും ഇവിടെ പറയുന്നില്ല. ചിലതൊക്കെ താൻ വിട്ടുപോയിട്ടുണ്ടെന്നും കവയത്രി പറയുന്നു. I prefer zeros on the loose to those lined up behind a cipher. സൈഫർ എന്ന് പറയുന്നത് ഒരു രഹസ്യ ലിപിയാണ്. ആ രഹസ്യ ലിപിയിൽ കവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ എന്ന് പറയുന്നത് 0 I prefer the time of insects to the time of stars. ഇവിടെ ടൈം ഓഫ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ധ്യാനേരത്തെയാണ്. ടൈം ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രികാലത്തെയാണ്. അപ്പോൾ ഇവിടെ കവി പറയുന്നത് രാത്രിയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സന്ധ്യാനേരമാണ്. I prefer to knock on wood. I prefer not to ask how much longer and when. I prefer keeping in mind even the possibility that existence has its own reason for being. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ വരികളാണിവ. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ വരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ വരികൾ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജീവിത ഉദ്ദേശത്തെക്കുറിച്ചാണ്. ഓരോ മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ധന്യമായി എന്നാണ് കവി പറയുന്നത്.
നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ ജീവിതത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കണ്ടുപിടിക്കുന്നത് വഴി നമ്മുടെ ജീവിതം അർത്ഥവത്താവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത്. പോസിബിലിറ്റീസ് എന്ന കവിതയിൽ വളരെ വലിയ ഒരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ജീവിതം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും, അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ, തിരഞ്ഞെടുപ്പുകൾ തരും. അതിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ടവ നാം തിരഞ്ഞെടുക്കണം. നമുക്കിഷ്ടപ്പെട്ടത് നാം തിരഞ്ഞെടുക്കുമ്പോൾ നാം ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും. നാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും. കാരണം മറ്റാരുമല്ല, നാം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ കാര്യവും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് വളരെ ആലോചിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. കാരണം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിലാണ്. നമ്മുടെ ഇഷ്ടത്തിന് പിന്നാലെ നാം ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു സന്ദേശവും ഈ കവിതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കവിതയിലുടനീളം കവി ആവർത്തന രീതി ഉപയോഗിച്ചിട്ടുണ്ട്. ഐ പ്രിഫർ എന്ന പദമാണ് ഒന്നിലധികം തവണ കവി കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആവർത്തന രീതി കവിതയുടെ ഉദ്ദേശം വ്യക്തമാക്കാൻ സഹായിച്ചു. മാത്രമല്ല, ഈ ആവർത്തന രീതി കൊണ്ട് കവിതയിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാനും സഹായിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നാം ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഈ ഒരു ആവർത്തന രീതി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നു. കവിതയിലുടനീളം വിചിത്രമായ താല്പര്യങ്ങളാണ് കവയത്രിക്കുള്ളത്. സാധാരണഗതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ വിചിത്രമായ താല്പര്യങ്ങളും വിചിത്രമായ മുൻഗണനകളുമാണ് കവയത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള കവയത്രിയുടെ വിചിത്രമായ മുൻഗണനകളാണ് കവിതയുടെ പ്രാധാന്യം. ഇതാണ് പോസിബിലിറ്റീസ് എന്ന കവിതയുടെ വിശദീകരണം. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.